ഞാൻ എല്ലാ പത്രങ്ങളുടെയും പേജ് മറിച്ച് നോക്കുമ്പോൾ ആരോഗ്യ മേഖലയെക്കുറിച്ച് വല്ല കമൻറ്റും ഉണ്ടോ എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൽ ഉള്ള തെറ്റുകൾ മനസ്സിലാക്കി. ഇപ്പോൾ ചിലയിടത്തുണ്ട് മറ്റേ ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ സൂചിയകത്ത് പോയി, അത് ഭദ്രമായിട്ട് കുറച്ച് ദിവസം അവിടെ വിശ്രമിച്ചു. അങ്ങനെയുള്ള പല കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ റിപ്പോർട്ട് ചെയ്യിക്കുമ്പോൾ ഞാൻ പറയും, ന്യായീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടല്ല വേണ്ടത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുക, അതിൻ്റെ ആക്ഷൻ വരും. അപ്പോൾ അങ്ങനെയുള്ള, കാരണം ജനങ്ങൾ എന്തിനാണ് സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്? അവർക്ക് അവരുടെ കയ്യിൽ കാശൊന്നുമില്ല. ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി വിദഗ്ധ ചികിത്സ നടത്താനുള്ള കാശില്ല. അതുകൊണ്ടാണ് അവർ സർക്കാർ ആശുപത്രിയിൽ വരുന്നത്. അങ്ങനെയുള്ള സർക്കാർ ആശുപത്രിയിൽ വരുമ്പോൾ നല്ല ചികിത്സ കിട്ടിയില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? സ്വകാര്യ ആശുപത്രിയുടെ ഒന്നും ഞാൻ വിമർശിക്കുന്നില്ല, കാരണം അവരും ആരോഗ്യ മേഖലയ്ക്ക് ആവശ്യം തന്നെയാണ്. പക്ഷേ സർക്കാർ ആശുപത്രികൾ മികച്ച സേവനം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സാധാരണ ജനങ്ങളോട് നാം ചെയ്യുന്ന ഒരു തെറ്റാണ്, അക്കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പരമാവധി വിമർശനങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, വിമർശനങ്ങൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നേരെയാവാൻ വേണ്ടി വിമർശിക്കുന്നതുകൊണ്ട്, മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് വിമർശിക്കുന്നതുകൊണ്ട്. കൗമുദി ആദ്യത്തെ ഗണത്തിലാണ് തിരുത്താൻ വേണ്ടി വിമർശിക്കുക. അപ്പം അങ്ങനെയുള്ള വിമർശനങ്ങൾ സ്വാഗതാർഹമാണ്. നമുക്കൊരു ഞാൻ പറഞ്ഞൊരു കുടുംബമായി, ഒരു ടീമായി ഈ വകുപ്പിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. കാരണം ആരോഗ്യമാണ് ഒരു മനുഷ്യന്, പണ്ട് പറഞ്ഞ പോലെ സർവ്വധനാൽ പ്രധാനം എന്ന് പറഞ്ഞ എല്ലാ ധനത്തിനേക്കാളും പ്രധാനപ്പെട്ട ആരോഗ്യമാണ്. ആരോഗ്യമുണ്ടെങ്കിലേ ഒരു മനുഷ്യന് എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല. ഇഷ്ടംപോലെ പണമുണ്ട്, ആരോഗ്യമില്ലെങ്കിലോ ഒരുപാട് രോഗങ്ങൾ. അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെ ചികിത്സിച്ച് സുഖപ്പെടുത്തി നന്നായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് സത്യസന്ധമായി നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹത്തോടുകൂടെ നിർവഹിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം.